Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wassalatu wassalamu al-atammanil akmalani ala khatamil anbiya'i wal mursalin Nabiyyina Muhammadin wa ala alihi wa ashabihi ghurril mayamin wa ala azwajihi at-tahirat at-tayyibat ummahatil mu'minin wa man tabi'ahum bi ihsanin ila yaumiddin wa ba'd. സഹോദരന്മാരെ, മേലായ റബ്ബിൻ്റെ വിധികളും വിലക്കുകളും നമ്മുടെ ജീവിതത്തിൽ ഉടനീളം സൂക്ഷിച്ച് പാലിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഇന്നത്തെ നമ്മുടെ സംസാരം തന്ത്രങ്ങളെക്കുറിച്ചാണ്. തന്ത്രങ്ങൾ പാടുള്ളതുണ്ട്, തന്ത്രങ്ങൾ പാടില്ലാത്തതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകതകളിൽ, പ്രവൃത്തികളിൽ തന്ത്രമുണ്ട്. എന്താണ് അള്ളാഹുവിൻ്റെ തന്ത്രത്തിൻ്റെ പ്രത്യേകത എന്ന് മനസ്സിലാക്കുവാൻ കൂടിയാണ് നമ്മുടെ ഈ ഒരു വിഷയം. പ്രതിയോഗിയെ വീഴ്ത്താൻ മറഞ്ഞ വഴി സ്വീകരിക്കലാണ് തന്ത്രം. അത് സ്ഥാനത്താണെങ്കിൽ നല്ലതാണ്, അസ്ഥാനത്താണ് എങ്കിൽ അത് അപകടവും അനനുവദനീയവുമാണ്. തന്ത്രം സ്ഥാനത്ത് അസ്ഥാനത്തെന്ന് പറയുമ്പോൾ എങ്ങനെ അത് മനസ്സിലാക്കാം? ഇപ്പം ചരിത്രപ്രസിദ്ധമായ ഖന്തഖ് യുദ്ധത്തിൽ, ഖന്തഖ് യുദ്ധത്തിൻ്റെ പാഠങ്ങളെ നമ്മൾ പഠനവിധേയമാക്കുമ്പോൾ ഈ ഒരു വിഷയത്തിലൊരു ഉദാഹരണം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എന്താ? നമുക്കറിയാം, ഖന്തഖ് എന്ന് പറഞ്ഞാൽ കിടങ്ങാണ്. 10,000 വരുന്ന ശത്രുസേനയെ മദീനയെ തൊട്ട് ഉപരോധിക്കാൻ കിടങ്ങ് കീറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും മദീനയെ ഉപരോധിച്ച അല്ലെങ്കിൽ മദീനയെ പ്രതിരോധിച്ച യുദ്ധമാണ് ഗസ്വത്തു അൽ അഹ്സാബ് അല്ലെങ്കിൽ ഗസ്വത്തുൽ ഖന്തഖ്, കിടങ്ങ് യുദ്ധം. 6 മീറ്റർ വീതിയിൽ കിടങ്ങ് വീതിയിൽ 2 കിലോമീറ്റർ 2,900 കിലോമീറ്റർ നീളത്തിലാണ് കിടങ്ങ് വന്നത്. ഒരു അശ്വഭടന് എടുത്തു ചാടിയാൽ മുറിച്ച് കിടക്കാൻ പ്രയാസം, നല്ല അഭ്യസ്ത വിദ്യനാണെങ്കിലല്ലാതെ. എന്നാൽ സാധാരണ ആൾപ്പടക്കോ ഒട്ടകപ്പുറത്തുള്ളവനോ അത് ചാടിക്കിടക്കാൻ കഴിയില്ല. അவ்விധം ആയിരുന്നു മദീനയിൽ അന്ന് കുഴിക്കപ്പെട്ട കിടങ്ങ്. എന്നാൽ ഈ കിടങ്ങ് ഭേദിച്ച് ചാടാൻ കെൽപ്പുറ്റ ചില ആളുകൾ പ്രതിയോഗികളായി, ശത്രുക്കളായി അപ്പുറത്തുണ്ടായിരുന്നു. അവരിലൊരാളാണ് അംർ ബിൻ വുദ് അൽ ആമിരി എന്ന് പറയുന്ന മനുഷ്യൻ. കിടങ്ങിനെ ഭേദിച്ച് അയാൾ ദ്വന്ദ്വ യുദ്ധത്തിന് വെല്ലുവിളിച്ച് മുസ്ലിമീങ്ങളെ. അയാൾക്ക് എതിരിൽ എഴുന്നേറ്റത് അലിയാണ്.
ഖുറൈശികളിൽ പേരുകേട്ട അശ്വഭടനും ഒരു അരോഗ ദൃഢഗാത്രനുമായിരുന്നു അംർ ഇബ്നു വുദ് അൽ ആമിരി. നല്ല ശക്തനാണ്, ആൾ നല്ല സ്ട്രോങ് ആണ്, ഹെൽത്തി ബോഡിയാണ്. അയാളാണ് വെല്ലുവിളിക്കുന്നത്. അന്ന് അലിയിന് 26 വയസ്സായിരിക്കും, അലി ഇബ്നു അബി താലിബിന്. അലിയാണ് എഴുന്നേറ്റത്. അപ്പം അംർ ഇബ്നു വുദ് അലിയിനെ വിസമ്മതിച്ചു. അലീൻ്റെ രക്തം ചിന്താൻ അയാൾ തയ്യാറല്ലെന്ന് പ്രഖ്യാപിച്ചപ്പോൾ അലി കൂട്ടാക്കിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും അലി എഴുന്നേറ്റപ്പോൾ തടഞ്ഞിരുന്നു. കാരണം അത്രമാത്രം മറ്റേയാൾ സ്ട്രോങ് ആണ്. പക്ഷെ അലി എന്താ ചെയ്തത്? അലി ചെയ്തത് ഇയാളോടുള്ള ദ്വന്ദ്വ യുദ്ധത്തിൽ പറഞ്ഞത്, ഞാൻ രണ്ടാളോട് ഏറ്റുമുട്ടാൻ ഒരുമ്പെട്ടിട്ടില്ല, ഒരാളോടാണ് ഏറ്റുമുട്ടാൻ ഒരുമ്പെട്ടത് എന്നാണ്. അലി അത് പറഞ്ഞപ്പോൾ അംർ ഇബ്നു വുദ് അയാൾ മാത്രമേ ഉള്ളൂ, ആരാണ് രണ്ടാമൻ എന്ന് തിരിഞ്ഞു നോക്കി. ആ തിരിഞ്ഞു നോട്ടത്തിൽ അലിയാരെ സംബന്ധിച്ചിടത്തോളം അയാളെ ഒതുക്കാൻ, കീഴ്പ്പെടുത്താൻ സാധിച്ചു എന്നുള്ളതാണ്, തൻ്റെ ആയുധത്തിന് ഇരയാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇവിടെ അലി പ്രയോഗിച്ച തന്ത്രം ഖന്തക്ക് യുദ്ധത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നു. അംർ ഇബ്നു വുദ് നിലംപരിശായി. അലി തൻ്റെ ദൗത്യം നിർവഹിച്ച് മടങ്ങി. ഈ ചരിത്രം വായിക്കുമ്പോൾ ഈ അംർ ഇബ്നു വുദ് കൊല്ലപ്പെട്ടപ്പോൾ അബൂ സുഫിയാനും കൂട്ടരും അവർ അന്ന് മുശ്രിക്കുകളുടെ പക്ഷത്താണ്. 10,000 ദിർഹം കൊടുത്തയച്ചു എന്നാണ്. എന്തിന്? അംർ ഇബ്നു വുദിൻ്റെ ബോഡി അവർക്ക് കിട്ടാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പകരമൊന്നും കൊള്ളാതെ ബോഡി അവരെ തിരിച്ചേൽപ്പിച്ചു എന്നുള്ളതാണ്, കൊണ്ടുപോകാൻ പറഞ്ഞു എന്നാണ്. അത് അദ്ദേഹത്തിന് മാത്രമല്ല, പിന്നെയോ നൗഫൽ ഇബ്നു അബ്ദുള്ള എന്ന് പറഞ്ഞിട്ടൊരു ആളും അന്ന് കിടങ്ങ് ചാടാൻ പരിശ്രമിച്ചിരുന്നു. പക്ഷെ ആ കിടങ്ങ് ചാടാനുള്ള ശ്രമത്തിൽ അയാൾ കൊല്ലപ്പെടുകയുണ്ടായി. നൗഫൽ ഇബ്നു അബ്ദുല്ല എന്ന് പറയുന്ന ബൗദ്ധ വിശ്വാസി മക്കക്കാരുടെ കൂടെ വന്നാണ്. അയാളുടെ വിഷയത്തിലും ചരിത്രം വായിക്കുമ്പോൾ കാണാം, ആ ബോഡി വിട്ടുകിട്ടാൻ 12,000 ദിർഹം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രോമിസ് ചെയ്തു എന്നാണ്, വാഗ്ദാനം ചെയ്തു എന്നാണ്. അംർ ഇബ്നു വുദിന് 10,000, നൗഫൽ ഇബ്നു അബ്ദുള്ളക്ക് 12,000. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞത് ഹുവലക്കും ലാ നഅകുലു സമനൽ മൗത എന്നാണ്. നിങ്ങളുടെ ദിർഹമുകൾ അത് നിങ്ങൾക്കുള്ളതാണ്, മയ്യത്തിൻ്റെ പൈസ അത് തിന്നുന്നവരല്ല ഞങ്ങൾ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ സമർപ്പിച്ച ആ ഒരു കാശ് അത് കൊള്ളാതെ അവർക്ക് കൊടുത്തത് എന്നാണ്. അന്ന് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വ്യക്തിത്വത്തെ കൂടി ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രവണത, ഒരു ചരിത്രമാണ്. കാരണം ഖന്തക്ക് കിടങ്ങ് കുഴിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും എത്ര പട്ടിണിയിലാണ്. 2 കല്ല് വയറ്റിൽ കെട്ടിവെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോടൊപ്പം കിടങ്ങ് കുഴിക്കുന്നത്. സഹാബികളിൽ പലരും വിശപ്പിൻ്റെ ആധിക്യത്താൽ 1 കല്ല് വയറ്റിൽ കെട്ടിവെച്ചിട്ടൊരു ബാലൻസ് കിടങ്ങ് കുഴിക്കാൻ സ്വീകരിച്ച സമയമാണത്. ജാബിർ റളിയല്ലാഹു തആല അൻഹു കുടുംബവും കൊണ്ടുവന്ന ഭക്ഷണം, അതിൽ കടല കുതിർത്തത് വായിലിട്ടാൽ ചുവ കാരണത്താൽ ഇറക്കാൻ കഴിയില്ല, വിശപ്പ് കാരണത്താൽ തുപ്പാനും കഴിയാത്ത രീതിയിൽ അത്രമാത്രം കഷ്ടതയിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ആ കിടങ്ങി യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ. അന്നാളിലാണ് ഈ 2 ആളുകളുടെ ബോഡി വിട്ട് കിട്ടാൻ 2 ആൾക്കും കൂടി 22,000 ദിർഹം അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ കൊടുത്തയക്കുന്നത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുവലക്കും ലാ നഅകുലു സമനൽ മൗത, അത് നിങ്ങൾക്കുള്ളതാണ്, നിങ്ങളുടെ സ്വത്താണ്, മയ്യത്തിൻ്റെ കാശ് അത് ഞങ്ങൾ തിന്നൂല്ല എന്ന് പറഞ്ഞാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് തിരിച്ചു നൽകിയതെന്ന് ഈ ഒരു ചരിത്രത്തിൻ്റെ ഭാഗത്തിൽ കാണാൻ സാധിക്കും. ഞാനിവിടെ അത് ഉണർത്തിയത് ആ ഒരു സംഭവത്തിൻ്റെ പൂർണ്ണത എന്നോണമാണ്. പക്ഷെ അവിടെ വിഷയം തന്ത്രം അത് സ്ഥാനത്താണ് എങ്കിൽ അത് പ്രശംസനീയമാണ്. ഇത് മനസ്സിലാക്കാനാണ് ഞാൻ അലിയാരുടെ ആ ഒരു ചരിത്രം ഇവിടെ അനുസ്മരിച്ചത്.
എന്നാൽ അത് അസ്ഥാനത്താകുമ്പോഴോ, കുതന്ത്രമാകുമ്പോഴോ, കുതന്ത്രം അപകടകരമാണ്. അതിനാലുള്ള വിന കുതന്ത്രം പ്രയോഗിക്കുന്നവന് തന്നെയാണ്. മേലായ റബ്ബിൻ്റെ ഇടപെടൽ കുതന്ത്രത്തിന് ശിക്ഷയായി വന്നാൽ അപ്പോൾ അതിൻ്റെ ചരിത്രങ്ങൾ പലതും നമുക്ക് ഇവിടെ മനസ്സിലാക്കാനുണ്ട്. എന്തായിരിക്കും അപകടം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കുതന്ത്രം അപകടം വരുത്തിയൊരു സംഭവമുണ്ട്. അതെന്താ? ബക്ർ ബിൻ അബ്ദില്ല എന്ന് പറയുന്ന ചരിത്രകാരൻ ഉദ്ധരിച്ച ഒരു സംഭവം. ഒരു വ്യക്തി രാജകൊട്ടാരത്തിൽ സേവകനാണ്. അയാളുടെ സേവനം രാജകൊട്ടാരത്തിൽ രാജാവിൻ്റെ പാദരക്ഷ, രാജാക്കന്മാർ കുറേ പാദരക്ഷകളുണ്ടാവും, ഈ പാദരക്ഷകളെ ഒതുക്കി വെക്കുക, വൃത്തിയാക്കി വെക്കുക തുടങ്ങിയുള്ളതാണ്. പിന്നെ അത് രാജാവിന് ധരിക്കാൻ പാദത്തിലേക്ക് കൊണ്ടെത്തിക്കുക, ഇതൊക്കെയാണ്. പക്ഷെ ആ കൊട്ടാരത്തിലെ സേവകൻ എപ്പോഴും പറയുന്ന ഒരു വാക്യമുണ്ട്, അഹ്സിൻ ഇലൽ മുഹ്സിനി ബി ഇഹ്സാനിഹി ഫഇന്നൽ മുസീഅ സയക്ഫീഹി ഇസാഅതുഹു എന്നാണ്. എന്താ? നല്ലത് ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ പ്രത്യുപകാരം ചെയ്യണം, നല്ലത് ചെയ്യുന്നവർക്ക് നന്മ കൊടുക്കണം. തിന്മ ചെയ്യുന്നവർക്ക് തിന്മ കൊടുക്കണ്ട, കാരണം അവർക്ക് ആ തിന്മ മതി, തിന്മയായി. നല്ലത് ചെയ്യുന്നവർക്ക് നല്ലത് പ്രത്യുപകാരം ചെയ്യാം, തിന്മ ചെയ്യുന്നവർക്ക് നമ്മൾ തിന്മ കൊടുക്കണ്ട, പിന്നെയോ അവർക്ക് തിന്മയായി അവരുടെ തിന്മ മതി എന്നാണ്. ഈ ഒരു ആപ്തവാക്യം അയാൾ എപ്പോഴും ഉരുവിടും, എന്നിട്ട് അയാളുടെ സേവനം ചെയ്യും. വിഷയം എന്താ? രാജകൊട്ടാരത്തിൽ ഇയാൾക്കുള്ള അംഗീകാരം അത് ചിലരെ അലോസരപ്പെടുത്തി, അലോസരപ്പെടുത്തി. ഇയാളുടെ ഈ ഒരു നിർധനൻ, ഒരു ഭൃത്യൻ, പക്ഷെ എന്നാലും അയാളുടെ ആ ഒരു സ്വാധീനവും അയാളുടെ ആ ഒരു ജോലിയും ഇതൊക്കെ മറ്റുള്ളവരെ അസൂയകളാക്കി. ഇയാൾക്ക് നേരെ കുതന്ത്രം പ്രയോഗിക്കാൻ അതവർക്ക് ഒരു കാരണമായി. അസൂയ അങ്ങനെയാണ്, വളരെ വലിയ ദുരന്തമാണ് അസൂയ. എന്താ അസൂയ? മറ്റവൻ്റെ നന്മ നീങ്ങിപ്പോകാനുള്ള ആ ഉത്കടമായ ആർത്തി. ഒരാൾക്കൊരു നന്മ ഉണ്ടായാൽ അതിൽ ഹബ്തത്താണ് വേണ്ടത്. ഹബ്തത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അതിലൊരു സന്തോഷം. അയാൾക്കതുണ്ടായി, അയാൾ അനുഗ്രഹീതനാണ് എന്നുള്ള ഒരു നന്മയുടെ വായന, സന്തോഷം, അതാണ് ഹബ്തത്ത്. ഈ ഹബ്തത്തിന് നേരെ എതിരാണ് ഹസദ്, അസൂയ. അസൂയ വന്നാൽ പിന്നെ അതാണ് ഇമാം ഹസൻ അൽ ബസരി പറഞ്ഞിട്ടുണ്ട്, അസൂയാലുവിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അയാളുടെ അസൂയ തന്നെ എന്താണ്? വിനയാണ്, ശിക്ഷയാണ്. കാരണം ഉമിത്തി പോലെ ആയിരിക്കും അയാളുടെ മനസ്സ് എപ്പോഴും നീറിക്കൊണ്ട്. എന്തൊരാശ്വാസ! അയാൾ സ്വയം ഉമിത്തി പോലെ കത്തും. പിന്നെ മറ്റൊരാളുടെ നന്മ, ആ നന്മ കാണുന്നതിനനുസരിച്ച് ഇത് ഏറിക്കൊണ്ടിരിക്കും. അത് കൂടുന്നതിനനുസരിച്ച് ഇവൻ ടെൻഷന് കൂടും. അതുകൊണ്ടാണ് 3 അസൂയാലുക്കളുടെ ഒരു സംസാരം വായിച്ചത് ഓർക്കുകയാണ്. 3 പേർ അസൂയാലുക്കൾ, ഒന്നൊന്നിന് വെച്ചാണ്. അപ്പോൾ ഈ 3 ആളുകളും തങ്ങളുടെ അസൂയ ജീവിതത്തിലെ അനുഭവം പറയാണ്. അപ്പോൾ ഒരാൾ പറയാണ്, നിൻ്റെ അസൂയയുടെ വിഷയത്തിലുള്ള അനുഭവം എന്താ? അപ്പോൾ അവൻ പറയാണ്, ഒരാളും ഒരു നന്മ ചെയ്യുന്നത് അല്ല, ഒരാൾക്കും ഞാനൊരു നന്മ ചെയ്യണ എനിക്കിഷ്ടമല്ല. അതാണ് അയാളുടെ ഇത്. ഒരാൾക്കും ഒരു നന്മ ചെയ്യണത് മൂപ്പർക്ക് ഇഷ്ടമല്ല. അതെന്തുകൊണ്ടാ?
മറ്റുള്ളവന് നന്മ ഉണ്ടാകുന്നതാണ് കണ്ടുകൂടാത്തത്. അതിലാണ് ഇയാൾക്ക് വിഷമം, ടെൻഷൻ. അപ്പോൾ ഇയാളൊരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ നന്മ അയാൾക്ക് കിട്ടും. അപ്പോൾ പിന്നെ അതിനാൽ ടെൻഷൻ. അതുകൊണ്ട് തന്നെ ഒരു നന്മ ചെയ്യാൻ ഞാൻ ഭാവിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ മറ്റൊരു പറയുകയാണ്, ഓ ഭയങ്കര ഉഷാറാണെന്നാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നീ വളരെ ഉഷാറാണ്. അപ്പോൾ രണ്ടാമൻ പറയാണ്, എന്താ തൻ്റെ പ്രത്യേകത? അപ്പോൾ തൻ്റെ പ്രത്യേകത പറയാണ്, ഒരാൾ മറ്റൊരാൾക്ക് നന്മ ചെയ്യണത് എനിക്കിഷ്ടമല്ല എന്നാണ്. ഒരാൾ മറ്റൊരാൾക്ക് നന്മ ചെയ്യണത് എനിക്കിഷ്ടമല്ല എന്നാണ്. ഇവൻ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കുന്നതും എനിക്കിഷ്ടമല്ല എന്നുള്ളതാണ് ഒന്നാമത്തേൻ്റെ. രണ്ടാമത്തേൻ്റെ പ്രത്യേകത, അവരൻ മറ്റൊരാൾക്ക് കൊടുക്കുന്നത് എനിക്കിഷ്ടമല്ല എന്നാണ്. ആരാൻ്റെ പോക്കറ്റിൽ നിന്ന് ആരാൻ്റെ കൊടുക്കുന്നത് ഇഷ്ടമല്ല, അത് പ്രയാസം എന്നാണ്. അപ്പം മൂന്നാമൻ പറയാൻ, നിങ്ങൾ രണ്ടാളും ജനങ്ങളിലെ ഏറ്റവും നല്ല മനുഷ്യന്മാരാണ്, നല്ല കുട്ടികളാണ് നിങ്ങൾ രണ്ടാളും. എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരാളും എനിക്ക് തരണേ വരെ എനിക്കിഷ്ടമല്ല എന്നാണ്. വേറൊരാൾ എനിക്ക് തരണേ ഇഷ്ടമല്ല. കാരണം എന്താ? വേറൊരാൾ എനിക്ക് കൊടുക്കുമ്പോൾ അയാൾ ഉഷാറല്ലേ. അപ്പോൾ ആ ഉഷാർ എന്നുള്ളൊരു വായന അയാളുടെ വിഷയത്തിൽ വരില്ല, അതുപോലും താങ്ങാൻ വയ്യ. അതുകൊണ്ട് ആരും എനിക്കൊരു ഗുണം ചെയ്യണ വരെ ഇഷ്ടമല്ലാത്തവനാണ് ഞാൻ എന്നാണ്. ഇതാണ് അസൂയക്കാരുടെ അവസ്ഥ. മനുഷ്യന്മാർ അസൂയുള്ളവരാണ് എങ്കിൽ ഇങ്ങനെ മൂന്നിലൊരു കോലത്തിലായിരിക്കും. ഏതായാലും രാജകൊട്ടാരത്തിൽ ഒരു ഭൃത്യൻ സേവനം ചെയ്ത അയാളുടെ ജീവിതം തന്നെയാണ്. പക്ഷേ അതിൽ അസൂയ. അതുകൊണ്ട് തന്നെ ഒരസൂയാലു രാജാവിനെ മുഖം കാണിച്ച് ഈ മനുഷ്യനൊരു കെണിയൊരുക്കിയതാണ് വിഷയം. എന്താ വിഷയം? രാജാവിനോട് ചെന്നിട്ട് പറയാണ്, രാജാവേ, നിങ്ങൾക്ക് പാദരക്ഷ ഒരുക്കി തരുന്ന ഈ കൊട്ടാരത്തിൽ വൃത്യജോലി ചെയ്യുന്ന ഈ മനുഷ്യൻ നിങ്ങളെക്കുറിച്ച് നാട്ടിലൊക്കെ പറഞ്ഞു നടക്കുന്നത് നിങ്ങളുടെ തൊള്ള മണക്കുന്നുണ്ട്, ദുർഗന്ധം തൊള്ളയിലുള്ള മനുഷ്യനാണ് നിങ്ങളെന്നാണ്, നിങ്ങളെക്കുറിച്ച് വളരെ മോശമാണ് പറഞ്ഞു നടക്കുന്നത്, ദുർഗന്ധം നിങ്ങൾക്ക് വായയിലുണ്ട് എന്നാണ് പറയുന്നത് എന്നാണ്. ഇത് കേൾക്കുമ്പോൾ ആരായാലും ഒന്ന് ഷോക്ക് ഏൽക്കൂല്ലേ? ആരാ പ്രയാസപ്പെടാത്തത്? എന്താ സംഭവിച്ചത്? രാജാവ് ഇയാളോട് പറഞ്ഞ്, ഈ പറയുന്നത് ശരിയാണോ? ഇതെങ്ങനെയെന്ന് അറിയാം. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, ശരിയാണ്, ഇനി നാളെ നിങ്ങളുടെ അടുക്കലേക്ക് വരുമ്പോൾ അടുത്തേക്ക് വിളിച്ചു നോക്കാണി. നിങ്ങൾ അടുത്തേക്ക് അയാൾ വരുമ്പോൾ വായ പൊത്തിയിട്ടായിരിക്കും വരിക, മൂക്ക് പൊത്തിയിട്ടായിരിക്കും വരിക. കാരണം നിങ്ങളെ മണം അത് ഏൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വരുമെന്ന് നോക്കിക്കോളി എന്ന് പറഞ്ഞ് ഇയാൾ പോയി എന്നാണ്. കെണി വെച്ച് മൂപ്പര് പോയിട്ട് എവിടുക്കാണ് പോയത്? അന്നത്തെ പ്രദോഷത്തിൽ ഈ ഭൃത്യൻ്റെ വീട്ടിൽ പോയി. ആ ഭൃത്യനെ വീട്ടിലേക്ക് സൽക്കാരത്തിന് ക്ഷണിച്ച്. ആ ഭൃത്യന് അന്ന് പള്ളറച്ചും കുറച്ചും വെളുത്തുള്ളിയാണ് കൊടുത്തത്. വെള്ളുള്ളി തിന്നാൻ കൊടുത്ത് നല്ല. എന്നിട്ട് അത് തീറ്റിക്കാണ്ട് വിട്ട്. വെള്ളുള്ളി തിന്നാൽ എങ്ങനെ ഉണ്ടാവും? വെള്ളുള്ളി തിന്നിട്ടുണ്ടെങ്കിൽ ദുർഗന്ധാണ്, ആളുകൾക്ക് അനിഷ്ടകരമായൊരു മണം. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നമ്മളോട്, ബസലോ സൂമോ, വെള്ളുള്ളിയോ സാധാരണ ഉള്ളിയോ, അതേപോലെ തന്നെ ഉള്ളിപ്പുല്ലോ തിന്നവർ പള്ളിക്ക് വരരുത് എന്ന് പറഞ്ഞു. കാരണം എന്താ? വെള്ളുള്ളിയും ഉള്ളിയും ഉള്ളിപ്പുല്ലും തിന്നാൽ അതിനൊരു ഗന്ധമുണ്ട്. ആ ഗന്ധം എല്ലാവർക്കും ഇഷ്ടമായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് തന്നെ പള്ളിയിൽ വരുന്നവൻ ഉള്ളി തിന്നുകയാണെങ്കിൽ റഹ്മക്കല്ലാ തിന്നുകയാണെങ്കിൽ അത് പിന്നെ വേവിച്ച് ഇതിൻ്റെ മണം പോക്കി തിന്നാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഉള്ളി തിന്ന് അതിൻ്റെ മണമായിട്ട് പള്ളിയിലേക്ക് വരുന്നവരെ പള്ളിയിൽ നിന്ന് പുറത്താക്കാൻ പറഞ്ഞു. കാരണം എന്താ? അതിൻ്റെ മണം അനവസരമാണ്. ഏതായാലും ഉള്ളിയൊക്കെ തീറ്റി ഇയാളെ വിട്ട് ഈ സാധുവിന് നേരം വെളുക്കുമ്പോൾ ഇനി കൊട്ടാരത്തേക്ക് ചെല്ലണം, ഈ മണമുണ്ട്. അയാൾ ഏതായാലും രാജകൊട്ടാരത്തിൽ ഉള്ള ജോലിയല്ലേ, അയാൾ പോയി. അപ്പോഴാണ് രാജാവ് എന്തോ സംസാരിക്കാൻ വേണ്ടി എടുത്തേക്ക് വിളിക്കണത്. എടുത്തേക്ക് വിളിക്കുമ്പോൾ ഈ സാധു എങ്ങനെ പോവുക? ഈ മണയേറ്റ്. അപ്പോൾ അയാൾ വായ പൊത്തി രാജാവിൻ്റെ അടുത്തേക്ക് ചെന്ന്. അപ്പോൾ രാജാവ് വായിക്കുകയാണ്, എന്ത്? മറ്റവൻ പറഞ്ഞത് ശരിയാണ്, എന്നെക്കുറിച്ച് ഇവൻ എൻ്റെ തൊള്ള മണക്കുന്നുണ്ട് എന്നും പ്രചരിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല അവന് പോലും അത് അനുഭവിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത് പൊത്തി വന്നത് എന്നാണ് വായിച്ചത്. കഥയിൽ കാണാം, രാജാവ് ഉടനെ ഒരു കത്തെഴുതി എന്നാണ്. കത്തെഴുതി കയ്യിൽ കൊടുത്ത് എന്നിട്ട് പറഞ്ഞ് വിദൂരത്ത് തൻ്റെ ഒരു ഗവർണറുണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് ഈ കത്ത് കൊടുക്കാൻ പറഞ്ഞു. ആ കത്തിൽ എഴുതിയത് എന്താണ്? ഇവൻ ഈ കത്തുമായി വന്നിട്ടുണ്ട് എങ്കിൽ അവനെ കൊന്ന് അവൻ്റെ തൊലി ഉരിച്ച് ആ തൊലിയിൽ വൈക്കോൽ നിറച്ചിട്ട് ഇവനോട് കണക്ക് തീർക്കാനാണ് അതിലെഴുതിയത്. അപ്പോൾ
ഇയാൾ കത്ത് കിട്ടിയേക്കിന് ഇയാൾക്കിതൊന്നും അറിയില്ല, ഈ കുതുകുലൊന്നും അറിയില്ല, ഈ കെണി വെച്ചതും അറിയില്ല. അയാൾ കത്തേറ്റ് പാഞ്ഞ് എവിടേക്ക്, പറഞ്ഞ സ്ഥലത്തേക്ക്, ഗവർണറുടെ അടുക്കലേക്ക്. അപ്പം മറ്റേ അസൂയാലുണ്ടല്ലോ, മൂപ്പര് അവിടെ പുറത്ത് കാത്തിക്കുകയാണ്. എന്തിന്? ഇവനെ കൊല്ലണ ആ റിസൾട്ട് കാത്ത്. അപ്പോഴാണ് മറ്റോം ഈ കത്തേറ്റ് പായണത് സാധു. അപ്പോൾ മറ്റോൻ തടഞ്ഞ് നിർത്തിയിട്ട് ചോദിച്ചതാണ്, എന്താണ് ഇന്നത്തെ കൊട്ടാരത്തിലെ അനുഭവം, എടുക്കുക ജീ പായണത്? അപ്പം പറഞ്ഞ്, രാജാവ് എനിക്കൊരു കത്ത് തന്നിട്ടുണ്ട്, ഈ കത്തിൽ എനിക്കൊരു പാരിതോഷികമാണ്, ആ പാരിതോഷികം വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ പായാണ്. ആ പാരിതോഷികം എന്ന് പറഞ്ഞപ്പോൾ അതൊരു അനുഗ്രഹമല്ലേ. അസൂയാലുവിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ക്ഷമിക്കാൻ കഴിയും. അതുകൊണ്ട് പറഞ്ഞ്, നീ പോണ്ട, ഞാൻ പോയി വാങ്ങിക്കോളാം എന്നിട്ട് ആ കത്ത് എന്ത് ചെയ്ത് മറ്റോ ഈ അസൂയാലു പിടിച്ചു വാങ്ങിയിട്ട് മൂപ്പര് പിന്നെ ബാക്കി റിലയിൽ ഓടൂല, അതേപോലെ ബാക്കി ബാറ്റണായിട്ട് ഓനോടി. അവിടെ എത്തി കത്ത് കൊടുത്ത് ഔദാര്യവും ആദരവും ഏറ്റുവാങ്ങാൻ നിൽക്കുമ്പോൾ കത്ത് വായിച്ചിട്ട് അവിടുത്തെ ആ ആൾ പറഞ്ഞത്, നിങ്ങളെ കൊന്ന് തൊലി വിരിച്ച് അതിൽ വൈക്കോല് നിറക്കാനുള്ള രാജ ഓർഡറാണ്, വിളംബരാണ്. അപ്പം മറ്റും പറയണേ, അത് ഇന്ന കത്ത് എനിക്ക് തന്നതല്ല, അത് വേറൊരാളെ കത്താണ്. പറഞ്ഞ് രാജ വിളംബരാണ്, ഇതിൽ അമാന്തിക്കാൻ പാടുള്ളതല്ല, ഇതിൽ അമാന്തിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ തോല ഉരിയ. അതുകൊണ്ട് ആരാച്ചാര്യം എന്ത് ചെയ്തു, ഭംഗിയായിട്ട് ആ കൃത്യം അയാളിൽ നിർവഹിച്ചു എന്നാണ്. മനസ്സിലായില്ലേ? പറഞ്ഞു വരുന്നത് മറ്റുള്ളവർക്ക് നേരെ കുതന്ത്രം പ്രയോഗിക്കുക, അതും ഈ ചളി കെട്ടിയ മനസ്സിൽ, അത് വളരെ ഗൗരവമാണ്. അറബിയിൽ പറയും, ഇൻഖലബ സിഹ്റു അല സാഹിർ, സിഹർ സാഹിറിന് തിരിച്ച് കിട്ടിയെന്ന്. അങ്ങനെ ഒരാളെ കെണിയിൽപ്പെടുത്താനാണ് സിഹർ ചെയ്യുന്നത് അല്ലേ. സിഹർ ചിലപ്പോൾ എന്ത് ചെയ്യും, ചെയ്തോനിക്ക് തിരിച്ചു കിട്ടും. നമുക്കല്ല മൻ ഹഫറ ഹുഫ്റതൻ ലി അഖീഹി വഖഅ ഫീഹി, സഹോദരനെ കുഴിയിൽ വീഴ്ത്താൻ ഒരു കുഴി കുത്തിയിട്ടുണ്ട് എങ്കിൽ കുഴിച്ചോൻ അതിൽ വീഴുന്നാണ്. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ എന്ന് പറയും. മൻ ഹഫറ ഹുഫ്റതൻ ലി അഖീഹി വഖഅ ഫീഹി. കഅബുൽ അഹ്ബാർ ഒരിക്കൽ സഹാബിയോട് ചോദിക്കുന്നുണ്ട്, ഒരു സഹാബിയോട് ചോദിക്കുന്നുണ്ട്, കഅബുൽ അഹ്ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിൽക്കാലത്ത് ഇസ്ലാം സ്വീകരിച്ച ഒരു മഹാനാണ്. അദ്ദേഹം ഇസ്രായേലി ഇതിഹാസങ്ങൾ വായിച്ച ഒരു വേദപണ്ഡിതനാണ്. ഉമർ റളിയല്ലാഹു തആലയുടെ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഇസ്ലാം പ്രഖ്യാപനം ഉണ്ടായത്. കഅബുൽ അഹ്ബാർ പ്രസിദ്ധനാണ്. അദ്ദേഹം ഒരിക്കൽ സഹാബിയോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്, ബൈബിളിലല്ല തൗറാത്തിൽ ഞങ്ങൾ വായിക്കുന്നുണ്ട്, മൻ ഹഫറ ഹുഫ്റതൻ ലി അഖീഹി വഖഅ ഫീഹി, സഹോദരനെ കെണിയിൽ വീഴ്ത്താൻ വല്ലവനും ഒരു കുഴി കുത്തിയിട്ടുണ്ട് എങ്കിൽ അവൻ അതിൽ വീഴും, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ. അങ്ങനെ ബൈബിളിൽ ഞങ്ങൾ വായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സഹാബി പ്രതികരിച്ചത്, തഫ്സീറുകളിൽ വായിക്കാം, ഈ പദപ്രയോഗം ഇങ്ങനെ ഖുർആനിലില്ല, പക്ഷെ ഖുർആനിലുണ്ട്. എന്ത്? വലാ യഹീഖുൽ മക്റു സയ്യിഉ ഇല്ലാ ബി അഹ്ലിഹി, വലാ യഹീഖുൽ മക്റു സയ്യിഉ ഇല്ലാ ബി അഹ്ലിഹി. കുതന്ത്രം അത് അതിൻ്റെ വാക്താവിനെ തന്നെയാണ് എന്ത് ചെയ്യുക, വീഴ്ത്തുക, ചതിയിൽപ്പെടുത്തുക അല്ലേ. അതേ ആശയത്തിലാണ്, പക്ഷേ പ്രയോഗം വലാ യഹീഖുൽ മക്റു സയ്യിഉ ഇല്ലാ ബി അഹ്ലിഹി. കുതന്ത്രം അത് അതിൻ്റെ ആൾക്ക് തന്നെയാണ് എന്ത് ചെയ്യുക, ഭവിക്കുക എന്നുള്ളത് പറഞ്ഞു എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഇസ്ലാമിക ചരിത്രത്തിൽ ഹിജ്റാബ്ദം 146 മുസ്ലിം നാടുകളിൽ നടന്നൊരു ഗൗരവപ്പെട്ട സംഭവമുണ്ട്. അതെന്താ? ഇമാം മാലിക് ബിൻ അനസുൽ അസ്ബഹി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വിഷയത്തിൽ അന്ന് സംഭവിച്ചതാ. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ഫത്വ പുറപ്പെടുവിച്ചു. എന്താ ഫത്വ? നിർബന്ധിതൻ്റെ തൊലാക്ക് അത് സാധുവാവില്ല, സംഭവിക്കില്ല എന്നുള്ളത്. ഒരാളെ നിർബന്ധിപ്പിച്ച് തലാക്ക് എല്ലിപ്പിച്ചു. നിർബന്ധിതാവസ്ഥയിൽ ഒരാൾ തലാക്ക് എല്ലിയിട്ടുണ്ടെങ്കിൽ ആ തൊലാക്ക് സംഭവിക്കുമോ? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് സംഭവിക്കില്ല എന്നാണ്. എന്നാൽ സംഭവിക്കും എന്നതാണ് അന്നത്തെ ഭരണപക്ഷം. ഇമാം മാലിക് ലോകർക്ക് സ്വീകാര്യനായ പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ വലിപ്പവും മഹത്വം എത്രയാണ്. ആ ഇമാം മാലിക് അതിനെതിരിൽ ഫത്വ പറഞ്ഞു, തലാക്ക് സംഭവിക്കില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇമാം മാലിക്കിന്
കൊടിയ ചമ്മട്ടി പ്രഹരം, നന്നായി അടി. പിന്നെ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കൈ അതിൻ്റെ ഈ ത്വക്ക് ഭാഗത്തു നിന്ന് പിഴുതെടുക്കപ്പെട്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, വലിച്ചൂരപ്പെട്ടു എന്നാണ്. കൈ അദ്ദേഹത്തിന് പിന്നീട് ഉയർത്താൻ കഴിയാത്ത വിധം അദ്ദേഹം എന്ത് ചെയ്തു, ശിക്ഷിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ തലമുണ്ടനം ചെയ്യപ്പെട്ടു. ദുഷ്കീർത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ കഴുതപ്പുറത്തിരുത്തിയിട്ട് പിന്നെ കഴുതയെ കൊണ്ട് സഞ്ചരിപ്പിച്ചു. ഇങ്ങനെയൊക്കെ പല മുറകളും പ്രയോഗിച്ചു. അത് ഇമാം മാലിക് ബിൻ അനസുൽ അസ്ബഹി റഹ്മത്തുള്ളാഹി അലൈഹി, മനസ്സിലായി. അങ്ങനെ അദ്ദേഹത്തെ ഊരുചുറ്റിയാണ്, അദ്ദേഹത്തിന് ദുർകീർത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തിൻ്റെ പേര് കെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാണ്. പക്ഷേ ഇമാം മാലിക് എന്താ ചെയ്ത്? ഇമാം മാലിക് പറഞ്ഞത്, ഞാൻ മാലിക് ബിൻ അനസാണ്, ഞാൻ മാലിക് ബിൻ അനസാണ്. ഞാൻ പറയുന്നു നിർബന്ധിതൻ്റെ തലാക്ക് സംഭവിക്കില്ല എന്ന്. ഇമാം മാലിക്കിനെ എല്ലാവർക്കും അറിയാം. ആ ഇമാം മാലിക്കിനെ പേര് കെടുത്താൻ വേണ്ടിയിട്ടാണ് ഇമ്മാരി പീഡനം ഏൽപ്പിച്ചിട്ട് ഈ ഒരു ഫത്വയുടെ വിഷയത്തിൽ ഊരു ചുറ്റിക്കണത്. ഞാൻ ഇമാം മാലിക്കാണ്, എൻ്റെ ഫത്വ നിർബന്ധിതൻ്റെ തലാക്ക് സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞ് ഇമാം മാലിക് പറഞ്ഞതോടുകൂടി ഈ ശിക്ഷ പ്രഖ്യാപിച്ച ഇമാം മാലിക്കിനെ പീഡിപ്പിച്ച അന്നത്തെ ഗവർണർ പറഞ്ഞ എന്താ അറിയോ, വേഗം മൂപ്പരെ കുടിയിലിരുത്താൻ പറഞ്ഞു. കാരണം എന്താ? കാരണം എന്തിനു വേണ്ടിയാണ് ഈ പണി ചെയ്യിച്ചത്? അത് പൊളിഞ്ഞു. ആളുകളെല്ലാവരും ഇമാം മാലിക്കിനെ സമ്മതിച്ചു. ഇമാം മാലിക്കിൻ്റെ ഫത്വയാണ് ശരി എന്നുള്ളത് ആളുകളൊന്നായിട്ട് പറയുകയും ചെയ്തു. അതോടുകൂടി ഭരണപക്ഷം തോറ്റു. അന്ന് ഞാൻ പറഞ്ഞു വരുന്നത് എന്താ സംഭവിച്ചത്? എന്താ? ഇൻഖലബ സിഹ്റു അല സാഹിർ, സാഹിറിന് തിരിച്ചു പറ്റി എന്നുള്ളതാണ്. ഭരണപക്ഷം അന്ന് തോറ്റു. അവർ ഏതൊരടവാണ് പ്രയോഗിച്ചത് അത് അവർക്ക് വിനയായി മാറി എന്നുള്ളതാണ്. നമ്മുടെ വിഷയം കുതന്ത്രം. നമ്മൾ പറഞ്ഞു തന്ത്രം അത് അനുവദനീയമാകും, പ്രശംസനീയമാതിൻ്റെ സ്ഥാനത്ത്. എന്നാൽ കുതന്ത്രം അത് അതിൻ്റെ ആളുകൾക്ക് വിനയാണ്. അവർ സ്വയം കുഴി കുത്തുന്ന, തങ്ങൾക്ക് വീഴാൻ കുഴി കുത്തുന്നവരാണ്. സ്വന്തം ശവപ്പെട്ടിയിൽ ആണി മേടുന്നവരാണ്. അതുകൊണ്ട് തന്നെ കുതന്ത്രത്തിൻ്റെ വാക്താക്കൾ ഇന്നല്ലെങ്കിൽ നാളെ വീഴും എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തി. എന്ത്? അള്ളാഹു ഷദീദുൽ മിഹാലാണ് എന്ന്. ഷദീദുൽ മിഹാൽ എന്ന് പറഞ്ഞാൽ കഠിനമായ തന്ത്രം പ്രയോഗിക്കുന്നവൻ എന്നാണ്. ഇമാം അബൂബക്കർ ഇബ്നുൽ അറബി പറഞ്ഞു, അള്ളാഹുവിന് ഷദീദുൽ മിഹാൽ എന്ന ഒരു പേരുണ്ട്. മറ്റു പണ്ഡിതന്മാർ പറഞ്ഞു അങ്ങനെ ഒരു പേര് അള്ളാഹുവിനില്ലെങ്കിലും അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകതയാണ് അള്ളാഹു ഷദീദുൽ മിഹാലാണ് എന്നുള്ളത്. അത് അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകതയാണ്. ആരാണോ തന്ത്രം പ്രയോഗിച്ച് അള്ളാഹുവിൻ്റെ അടിയാറുകളെ കെണിയിൽ വീഴ്ത്താൻ ഒരുമ്പെടുന്നത് അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തന്ത്രത്തിലൂടെ ഒരു ശിക്ഷയെന്നോണം കെണിയിൽപ്പെടുത്തും. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ ഒരു സുന്നത്താണ്. വമക്കറു മക്ര വമക്കർനാ മക്ര. അവർ വലിയ ഒരു തന്ത്രം പ്രയോഗിച്ചത്. അള്ളാഹു പറയാണ് നമ്മളും അങ്ങനെ ഒരു വലിയ തന്ത്രം പ്രയോഗിച്ചു. ആളുകൾ തന്ത്രം പ്രയോഗിച്ചു, അള്ളാഹുവും തന്ത്രം പ്രയോഗിച്ചു. ആരാ തന്ത്രം വിജയിക്കുക? തന്ത്രം പ്രയോഗിക്കുന്നവരിൽ ഉത്തമൻ അള്ളാഹുവാണ്. വല്ലാഹു ഖൈറുൽ മാക്കിരീൻ. അള്ളാഹു ഏറ്റവും നന്നായി തന്ത്രം പ്രയോഗിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു ഷദീദുൽ മിഹാലാണ്, കഠിനമായ തന്ത്രം പ്രയോഗിക്കുന്നവനാണ്. അതുകൊണ്ട് അള്ളാഹിൻ്റെ തന്ത്രം വിജയിക്കൊള്ളും. ഈസ അലൈഹി സ്വലാത്തു വസ്സലാമെ ജൂദാസ് ഒറ്റുകൊടുത്തു പിലാത്തോസിൻ്റെ പടയാളികൾക്ക്. എന്തിന്? ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയെ പിലാത്തോസിൻ്റെ പടയാളികൾ ക്രൂശിക്കാൻ വേണ്ടി. അതവരുടെ തന്ത്രമായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തിൽ പറഞ്ഞില്ലേ, അവർ തന്ത്രം പ്രയോഗിച്ചു. വയം ഖുറൂൻ വയം ഖുറുള്ള. അള്ളാഹുവും തന്ത്രം പ്രയോഗിച്ചു. എന്താ അള്ളാഹുവിൻ്റെ തന്ത്രത്തിൻ്റെ പ്രത്യേകത? എങ്ങനെ തന്ത്രം അള്ളാഹുവിൽ നിന്നുണ്ടായത്? ഒറ്റുകൊടുത്ത ജൂദാസിന് ഈസായുടെ രൂപം നൽകി. ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല മാനത്തിലേക്ക് തന്നിലേക്ക് ഉയർത്തി.
ഈസായെ അള്ളാഹു ആകാശത്തിലേക്ക് ഉയർത്തി. ഒറ്റ കൊടുത്തവന് ഈസാൻ്റെ രൂപവും നൽകി. ക്രൂശീകരണം നടന്നു. ആരിൽ നടന്നു? ഒറ്റുകാരനിൽ നടന്നു. അതിനെക്കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നമ്മളും തന്ത്രം പ്രയോഗിച്ചു. അള്ളാഹുവിൻ്റെ തന്ത്രം അതാണ് നമ്മൾ ചരിത്രത്തിൽ ഇങ്ങനെ വായിച്ചത്. സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ സമൂദ് ഗോത്രം തന്ത്രം പ്രയോഗിച്ചത് അള്ളാഹു വിശദീകരിച്ചിട്ടുണ്ട് സൂറത്തുൻ നംലിൽ. അത് നമുക്ക് വായിക്കാം. എങ്ങനെ? അള്ളാഹു പറയാണ്, വലഖദ് അർസൽനാ ഇലാ സമൂദ അഖാഹും സ്വാലിഹ. സമൂദ് ഗോത്രത്തിലേക്ക് അള്ളാഹു അവരുടെ സഹോദരൻ സ്വാലിഹിനെ നിയോഗിച്ചു. അനി അബ്ദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം എന്ന വഹയിൽ. ഫൈദാഹും ഫരീഖാനി യഖ്തസിമൂൻ. അപ്പോൾ സമൂദ് ഗോത്രം 2 ടീമായിട്ട് പരസ്പരം കലഹിക്കുക. സ്വാലിഹിനെ ഉൾക്കൊള്ളുന്നതിന് പകരം 2 ടീമായിട്ട് അവർ അന്യോന്യം കലഹിക്കാൻ തുടങ്ങിയതാണ്. അങ്ങനെ ആ ചരിത്രം അള്ളാഹു വിശദീകരിക്കുമ്പോൾ അവർ കുറേ സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്കെതിരിൽ പറയുന്നുണ്ട്. അവർ പറഞ്ഞു, തയ്യർനാ ബിക് വബിമൻ മഅക്. സാലിഹ്, നിങ്ങളിൽ ഞങ്ങൾക്ക് ശകുനബാധ ഏറ്റിരിക്കുന്നു, ഞങ്ങളുടെ കൂടെയുള്ള മുഅ്മിനീങ്ങളിൽ ഞങ്ങൾക്ക് ശകുനബാധ ഏറ്റിരിക്കുന്നു, നിങ്ങൾ ദുശകുനാണ്. ആരോടാ പറയുന്നത്? സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട്, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള വിശ്വാസികളുടെ ഒക്കെ വിഷയത്തിൽ. എന്ന് മാത്രമല്ല, സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് അവർ പരിഹസിച്ച് പറയുന്ന കുറേ വിഷയങ്ങൾ നമ്മൾ വിശുദ്ധ ഖുർആനിൽ പലയിടത്തും വായിക്കുന്നുണ്ട്. ഏതായാലും അവസാനം അള്ളാഹു പറയാണ്, വകാന ഫിൽ മദീനത്തി തിസ്അതു റഹ്തിൻ യുഫ്സിദൂന ഫിൽ അർളി വലാ യുസ്ലിഹൂൻ. വകാന ഫിൽ മദീനത്തി തിസ്അതു റഹ്തിൻ. സമൂദ് ഗോത്രം വസിച്ചിരുന്ന ആ നാട്ടിൽ 9 ആളുകളുണ്ടായിരുന്നു. 9 ആളുകൾ. എന്താ അവരുടെ പ്രത്യേകത? യുഫ്സിദൂന ഫിൽ അർള്, അവർ ഫസാദിൻ്റെ ആളുകളാണ്. ഭൂമിയിൽ ആ നാട്ടിൽ കുഴപ്പം വിതക്കുന്നവരാണ്. വലാ യുസ്ലിഹൂൻ, ഒരു നന്മയുടെ പ്രവർത്തനവും അവരെടുത്തില്ല. പിന്നെയോ ഈ കുളം കലക്കണ ഏർപ്പാട് മാത്രമേ അവരെടുത്തുള്ളൂ. അങ്ങനെ 9 പേരുണ്ടായിരുന്നു. എന്താ അവർ ചെയ്തത്? ഖാലു, അവർ പറഞ്ഞു, തഖാസമു ബില്ലാഹ് ലനുബയ്യിതുന്നഹു വ അഹ്ലഹു. അവർ പറയണം, അള്ളാഹുവിൽ എല്ലാവരും സത്യം ചെയ്യണം. ആ 9 ആളുകൾ പറയാണ്, എല്ലാവരും അള്ളാഹിനെ പിടിച്ച് സത്യം ചെയ്യണം. എന്തിന്? ലനുബയ്യിതുന്നഹു വ അഹ്ലഹു, ലനുബയ്യിതന്നഹു വ അഹ്ലഹു. സാലിഹിനെ രാത്രി കൊല്ലുക, സാലിഹിൻ്റെ കുടുംബത്തിന് രാത്രി കൊല്ലുക. എന്നിട്ടോ സുമ്മ ലനഖൂലന്ന ലിവലിയിഹി മാ ഷഹീദ്നാ മഹ്ലിക അഹ്ലിഹി വ ഇന്നാ ലസാദിഖൂൻ. സാലിഹ് നബിനെയും കുടുംബത്തിന് രാത്രി ഇരുട്ടിൻ്റെ മറവിൽ കൊന്നിട്ട് നേരം വെളുത്തിട്ട് സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വലിയ രക്ഷാധികാരികൾ വരുമല്ലോ, ആരാ കൊന്നതെന്ന് വെച്ചിട്ട്. അപ്പം നമുക്ക് പറയാം, ഞങ്ങളൊരിക്കലും ഈ വധത്തിന് സാക്ഷികളായിട്ടില്ല, ഞങ്ങൾ സത്യമാണ് പറയുന്നതെന്ന് നമുക്ക് പറയാം എന്ന് പറഞ്ഞിട്ട് അവരുടെ തന്ത്രം അതാണ്. അള്ളാഹുവിൽ ആണയിട്ടിട്ട് സാലിഹ് നബിയെ ഇരുട്ടിൻ്റെ മറവിൽ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഇരുട്ടിൻ്റെ മറവിൽ കൊല്ലാനാണ് ഈ 9 ആളുകൾ, ഫസാദിൻ്റെ ആളുകൾ തീരുമാനിച്ചത്. അതാണ് അവരുടെ തന്ത്രം. എന്താ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? വമക്കറു മക്റ വമക്കർനാ മക്റ വഹും ലാ യശ്ഉറൂൻ. അവരൊരു കൊടിയ തന്ത്ര പ്രയോഗിച്ചത്. വമക്കറു മക്റൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ മക്കറിനൊരു രൂക്ഷതുണ്ട്, കൊടിയതുണ്ട്. അള്ളാഹു പറയാണ് വമക്കർനാ മക്റ. അവർ കൊടിയ തന്ത്രം പ്രയോഗിച്ചപ്പോൾ അള്ളാഹുവും കൊടിയ തന്ത്രം തന്നെയാണ് അവരുടെ വിഷയത്തിൽ പ്രയോഗിച്ചത്. വഹും ലാ യശ്ഉറൂൻ, അവരറിയാതെ. എന്നിട്ട് അള്ളാഹു പറയാണ്, ഫൻദുർ കൈഫ കാന ആഖിബത്തു മക്രിഹിം അന്നാ ദമ്മർനാഹും വഖൗമഹും അജ്മഈൻ. അവർ പ്രയോഗിച്ച ആ തന്ത്രത്തിൻ്റെ പര്യവസാനം എന്ത് എന്നുള്ളത് നിങ്ങൾ നോക്കി. എങ്ങനെയാണ് നാം അവരെ ആ ജനതയെ, ഈ 9 ആളുകളെയും ആ ജനതയെയും തകർത്ത് കളഞ്ഞത് എന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അൽ ഉലയിൽ ഹിജ്ർ എന്ന സമൂദ് ഗോത്രത്തിൻ്റെ താമസ സ്ഥലം, ആ നാടുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് തകർത്തത്? അവരുടെ ആ വീടുകളിൽ അവരിരിക്കെ ആ ഭവനങ്ങൾക്കകത്ത് വെച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ നശിപ്പിച്ചു. അവർ നശിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് അവർക്കുള്ള ഖബർ വരെ കുത്തി മരണം വരിക്കാൻ, നാശം വാങ്ങാൻ തയ്യാറാകും വിധമായിരുന്നു അവരുടെ അവസ്ഥ എന്നുള്ള പതിതരായ ഒരു ഖൗം. അള്ളാഹുവിൻ്റെ തന്ത്രത്തിന് മുമ്പിൽ അവരുടെ തന്ത്രം എങ്ങനെയെന്നുള്ളത് നമ്മൾ വായിക്കണം. അള്ളാഹുവിൻ്റെ തന്ത്രം അത് എല്ലാവർക്കും നേരെയല്ല. പിന്നെയോ തന്ത്രം ആരാണ് പ്രയോഗിക്കുന്നത്? അവർക്ക്
അവരറിയാതെ അള്ളാഹുവിൻ്റെ തന്ത്രം ശിക്ഷയായി വരും എന്നുള്ളതാണ്. ഇന്നഹും യകീദൂന കൈദ വ അകീദു കൈദ. ഇന്നഹും അവർ യകീദൂൻ തന്ത്രം പ്രയോഗിക്കുന്നു. അള്ളാഹ് പറയുന്നു വ അകീദു കൈദ, ഞാനും തന്ത്രം പ്രയോഗിക്കും. അവിടെ നോക്കി, യകീദൂന കൈദൻ എന്നാണ്. യകീദൂന എന്ന് പറഞ്ഞാൽ തന്നെ തന്ത്രം പ്രയോഗിക്കുന്നു എന്നാണ്. പക്ഷേ യകീദൂന കൈദൻ എന്ന് പറഞ്ഞാൽ എന്താ? തന്ത്രം, കൊടിയ തന്ത്ര. വ മക്കറു മക്റൻ കുബ്ബാറ എന്ന് പറഞ്ഞില്ലേ? നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയെ കുറിച്ചല്ലേ പറഞ്ഞത്? വ മക്കറു മക്റൻ കുബ്ബാറ. മക്റൻ കുബ്ബാറ എന്ന് പറഞ്ഞാൽ എന്താ? വലിയ ഭീമമായ കുതന്ത്ര. അതാണ് അവർ പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് അവരുടെ ഭീമമായ ആ വലിയ കുതന്ത്രം, അതിനെ പൊളിക്കുന്ന തന്ത്രം വന്നു. മനസ്സിലായില്ലേ? മാനം തുള്ളിക്കൊരു കുടം എന്ന പോലെ മഴ പെയ്തു. ഭൂമി, ആ ഭൂമിയിൽ തീ കത്തുന്ന അടുപ്പിൽ നിന്ന് പോലും വെള്ളം നിർഗളിച്ചു. കൊടിയ പ്രളയം. അതോടുകൂടി അവരുടെ ആ വലിയ തന്ത്രം അതൊക്കെ ആ പറ്റണ്ട ഇരപ്പായി. അവർ പിന്നെ എല്ലാവരും ആബാലവൃതം ഒടുങ്ങുന്ന, നശിക്കുന്ന ശിക്ഷയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുണ്ടായത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തിൽ നമ്മൾ ഉണർത്തിയൊരു സംഗതിയാണ്. ഖദ് മക്കറല്ലദീന മിൻ ഖബ്ലിഹിം ഫഅതല്ലാഹു ബുനിയാനഹും മിനൽ ഖവാഇദ്. പൂർവികർ തന്ത്രം പ്രയോഗിച്ചു. അവർ തന്ത്രം പ്രയോഗിച്ചപ്പോൾ ഫഅതല്ലാഹു ബുനിയാനഹും മിനൽ ഖവാഇദ്, അള്ളാഹു അവർ തീർത്ത തന്ത്രത്തിൻ്റെ ഗോപുരം ഉണ്ടായിരുന്നു. തന്ത്രത്തിൻ്റെ ഗോപുരം അവർ പണിതിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ തന്ത്രത്തിൻ്റെ ഗോപുരത്തിലേക്ക് വന്നത് അതിൻ്റെ അസ്ഥിവാരത്തിലൂടെയാണെന്നാണ്. എന്നാൽ അള്ളാഹിൻ്റെ ശിക്ഷ അങ്ങനെയാണ് വന്നത്. അതുകൊണ്ട് തന്നെ ആയത്തിൽ വായിക്കാം, ഫഖറ അലൈഹിമുസ് സഖ്ഫു എന്നാണ്. അവർ പണിത തന്ത്രത്തിൻ്റെ ഗോപുരം, അതിൻ്റെ മേൽക്കൂര അവരുടെ മേൽ പൊളിഞ്ഞു വീണു എന്നാണ്. മനസ്സിലെ? തന്ത്രം, ആ തന്ത്രം തന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, സിഹിർ സാഹിറിന് തിരിച്ചേൽക്കുക എന്ന് പറഞ്ഞില്ലേ? താൻ കുഴിച്ച കുഴി അതിൽ താൻ തന്നെ വീഴാറില്ല. അതേപോലെ തന്ത്രത്തിൻ്റെ ഗോപുരം അവരുണ്ടാക്കിയപ്പോൾ ആ ഗോപുരം തന്ത്രം പ്രയോഗിച്ചവരുടെ മേൽ പൊളിഞ്ഞു വീഴും എന്ന അവസ്ഥ അള്ളാഹു സംജാതമാക്കി എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. വയം ഖുറൂൻ വയം ഖുറുല്ലാ വല്ലാഹു ഖൈറുൽ മാകിരീൻ. അതുകൊണ്ട് തന്നെ കുതന്ത്രം അത് പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഷദീദുൽ മിഹാൽ എന്നാണ്. ഷദീദുൽ മിഹാൽ എന്ന് പറഞ്ഞാൽ കഠിനമായി തന്ത്രം പ്രയോഗിക്കുന്നവൻ എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ കഠിന തന്ത്രം അത് വന്നാൽ പിന്നെ ആ ഇടപെടലിന് മുമ്പിൽ മനുഷ്യർ നിസ്സഹായരാണ്. ഈ ഒരു ബോധനം അത് പലപ്പോഴും അള്ളാഹുവിനോട് തന്ത്രം പ്രയോഗിക്കുന്നവർ, ദീനിനോട് തന്ത്രം പ്രയോഗിക്കുന്നവർ പലരും കരുതാറില്ല എന്നുള്ളതാണ് വസ്തുത. പ്രവാചകന്മാരെ ഇകഴ്ത്താൻ, ഇസ്ലാമിനെ അതിൻ്റെ മുഖം കെടുത്താൻ, അതേപോലെ മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലാൻ്റെ വിശ്വാസ സംഹിതകളെ, വിധിവിലക്കുകളെ കൊഞ്ഞനം കുത്താൻ ചരിത്രത്തിൻ്റെ ഇന്നലകളിൽ പലരും പണിയെടുത്തിട്ടുണ്ട്. അതിനായിരുന്നു അവരുടെയൊക്കെ കുതന്ത്രം. കുതന്ത്രം പ്രയോഗിച്ചവർ കുതന്ത്രങ്ങളുടെ മേൽക്കൂര, ഗോപുരം പണിതിട്ടാണ് നടന്നത് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഗോപുരം അവർക്ക് മേൽ തകർത്തിട്ടതിൻ്റെ ചരിത്രം നമ്മൾ സൂറത്ത് നഹലിൽ വായിക്കുന്നുണ്ട്. പലരും ഇന്നും അങ്ങനെയാണ്. അവരുടെ കുതന്ത്രങ്ങൾ ഇപ്പം ഇസ്ലാം ദീനിനെതിരിൽ അല്ലേ, ഇപ്പം ഇസ്ലാം വാളുകൊണ്ടാണ് പ്രചരിച്ചത്. അതേപോലെ തന്നെ ഇസ്ലാമിൽ സ്ത്രീകൾക്ക് അവകാശമല്ല, സ്വാതന്ത്ര്യമല്ല. ഇസ്ലാമിൽ സാമ്പത്തികതയിൽ തുല്യസമത്വവും നീതിയുമില്ല. അതേപോലെ ഇസ്ലാമിലെ ശിക്ഷാവിധികൾ മൃഗീയമാണ്, കാടത്തപരാണ്. അതേപോലെ ഇസ്ലാം ഭീകരതയാണ്, തീവ്രതയാണ്. ഇസ്ലാമിൽ ജിഹാദ് വാളുകൊണ്ട് പ്രചരിച്ചു എന്നുള്ളത് പണ്ടത്തെ ഭാഷയാണ്. ആ പഴയ വീഞ്ഞിന്ന് പുതിയ കുപ്പിയിൽ ഒരു ലവ് ജിഹാദ്,
ഇസ്ലാമിലെ അതിസുന്ദരമായൊരു സംജ്ഞയാണ് ജിഹാദ്. ആ ജിഹാദിൽ ഒരിക്കലും വിടല്ലാത്തൊരു സംഗതിയാണ് ലവ് ജിഹാദ്. സ്വന്തം നഫ്സിനോട് ജിഹാദുണ്ട്, ഷെയ്ത്താനോട് ജിഹാദുണ്ട്, സമ്പത്ത് കൊണ്ട് ജിഹാദുണ്ട്, ശരീരം കൊണ്ട് ജിഹാദുണ്ട്, പിശാചിനോട് ജിഹാദുണ്ട്. പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിഹാദിനെ കുറിച്ച് പ്രയോഗിച്ച ആ പ്രയോഗങ്ങളെ മുഖവിലക്കെടുത്ത് 13ഓളം ജിഹാദിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു ജിഹാദാണ് കാഫിറിനോടുള്ള ജിഹാദ്. അതും ഏത് കാഫിർ? യുദ്ധമർഹിക്കുന്ന സായുധധാരിയായ ശത്രു, അവനോട് ജിഹാദ്. അതിൻ്റെ അവസ്ഥയിൽ ഒരു ജിഹാദ്. ബാക്കിയുള്ള ജിഹാദൊന്നും അങ്ങനെയുള്ള ജിഹാദല്ല. സ്വന്തത്തോട് ജിഹാദുണ്ട്. അതേപോലെ മുസ്ലിമീങ്ങളിൽ തിന്മ ചെയ്യുന്നവരോട് ജിഹാദുണ്ട്. മുനാഫിക്കിനോട് ജിഹാദുണ്ട്. മുനാഫിക്കിനോടുള്ള ജിഹാദ് എന്ന് പറഞ്ഞാൽ അത് ആയുധത്തിലുള്ള ജിഹാദല്ല ഒരിക്കലും. ഇങ്ങനെ പല ജിഹാദുണ്ട്. പക്ഷേ ഒരു കാലത്തും ഇസ്ലാമിക ചരിത്രത്തിൽ കേൾക്കാത്തൊരു ജിഹാദാണ് ഈ ലവ് ജിഹാദ്. എന്നാലോ നാഴികക്ക് 400 വട്ടം പലരുടെയും അതരങ്ങളിൽ ഇസ്ലാമിനെ വിമർശിക്കാൻ വരുന്ന ഒരു സംഗതിയാണെന്ത്? ഇത്തരം പ്രയോഗങ്ങൾ. പണ്ടൊരു ചെന്നായൻ്റെയും ആടിൻ്റെയും കഥ അയച്ചത് ഓർമ്മയുണ്ട് അല്ലേ? അതാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ഓർമ്മ വരിക. ചെന്നായ, അതിൻ്റെ മുമ്പിൽ ആട് വെട്ട്, ഒരു പാറപ്പുറത്ത്. ചെന്നായക്ക് ആടിനെ തിന്നണം. അത് ഒറ്റയടിക്ക് പോയിട്ടാണ് തിന്നണതിന് പകരം ചെന്നായാണല്ലോ. അതുകൊണ്ട് അതിൻ്റെ ഒരു സ്വഭാവത്തിൽ ആടിനോട് പറയാണ്, നീ എന്തിനാണ് എൻ്റെ മുഖത്തേക്ക് പൊടി പാറിക്കണത്? എനിക്ക് മാന്യമായിട്ട് നടന്നു പോയാൽ പോരെ, നീ നടക്കുമ്പോൾ എന്തിനാണ് നീ എൻ്റെ മുഖത്തേക്ക് പൊടി പാറിക്കണമെന്ന് ചെന്നായ. അപ്പോൾ ആട് പറയാണ്, ഞാൻ പൊടി പാറിക്കേ, നമ്മൾ പാറപ്പുറത്തല്ലുള്ളത്, ഈ പാറപ്പുറത്ത് എന്ത് പൊടിയാ? അത് പറയാണ്, നീ എന്നെ എതിർക്കുകയെന്ന് പറഞ്ഞിട്ട് ചാടി വീണിട്ട് എന്ത് ചെയ്തെന്ന് ആടിനെ തിന്നുന്ന. ആടിനെ തിന്ന്. അപ്പോഴാണ് അവിടേക്ക് മറ്റൊരാട് വരുന്നത്. അപ്പോൾ ആ ആടിനോട് ഈ ചെന്നായ, നീ എന്താ പൊടി പാറിക്കണേന്ന്. എന്നിട്ട് ചാടി വീഴാണ്, ആടിനെ പിടിക്കുക, മറ്റേ ആടിനെ. അപ്പം ആ ആട് പറയാണ്, ഞാൻ പൊടി പാറിച്ചിട്ടുമില്ല, ഞാൻ പൊടി പാറിച്ചില്ല എന്ന് നിന്നോട് ക്രോസ് ചെയ്ത് സംസാരിച്ചിട്ടുമില്ല, പിന്നെ നീ എന്തിനാ എൻ്റെ മേൽ ചാടി വീണത്? അപ്പോൾ ചെന്നായ പറയാണ്, പൊടി പാറിച്ചിട്ടില്ല എന്ന് എന്നോട് ക്രോസ് ചെയ്ത ആ ആടിൻ്റെ ഗണത്തിൽപ്പെട്ട ആളാണ് നീ, അതുകൊണ്ട് നിന്നെയും തിന്നേ മതിയാകുക. എന്നിട്ട് എന്ത് ചെയ്തുന്ന ആ ആടിനെയും തിന്നു എന്നാണ്. മനസ്സിലല്ലേ? ഈ ഒരു ചെന്നായയുടെ അവസ്ഥയാണ് പല ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകളുടെയും അവസ്ഥ. എങ്ങനെയെങ്കിലും ഈ ആടിനെ മേലിൽ ചാടി വീണം, അതിനി എന്തെങ്കിലും ഒരു ദുർന്യായം പറഞ്ഞിട്ട് അങ്ങനെ ആയാലും ശരി. എന്താ ഈ ആളുകളൊക്കെ ഭയക്കുന്നത്? ഈ ആളുകൾ ഭയക്കുന്നത് ഇസ്ലാമിൻ്റെ പ്രചരണമാണ്, ഇസ്ലാമിൻ്റെ സ്വീകാര്യതയാണ്. ആ സ്വീകാര്യത ഭയന്നിട്ടാണ് ഇവർ ഇങ്ങനെ കുറേ സന്ദേഹങ്ങൾ, സംശയങ്ങൾ പടച്ചിട്ട് ഇസ്ലാമിൻ്റെ മുഖം വികൃതമാക്കുവാനുള്ള പല മുറകളും പ്രയോഗിച്ച് പല അവതരണങ്ങളും നടത്തി പല ചരിത്രങ്ങളെയും കോട്ടിമാട്ടി പ്രമാണവചനങ്ങളെ തന്നെ ദുർവ്യാഖ്യാനിച്ചൊക്കെ ഈ കസർത്തുകൾ നടത്തുന്നത്. എന്താ ഫലം? ഈ ആളുകൾ ഇസ്ലാമിൻ്റെ പ്രചരണത്തിന് സഹായികളാകുക എന്നുള്ളതാണ്. ഇസ്ലാം വാളുകൊണ്ടല്ല പ്രചരിച്ചത് എന്നുള്ളത് ഈ ആളുകൾ തെളിയിച്ചു. ഇസ്ലാം വാളുകൊണ്ടല്ല പ്രചരിച്ചത് എന്നത് ഈ ആളുകൾ തെളിയിച്ചു. മനസ്സിലല്ലേ? ഇപ്പോൾ ദാ ഇസ്ലാം പശ്ചിമ ധ്രുവങ്ങളിലും പൗരസ്ത്യ ധ്രുവങ്ങളിലും ഒക്കെ പ്രചരിക്കണം. ആളുകൾ ഇസ്ലാമിലേക്ക് ആകൃഷ്ടരാകണം, ഇസ്ലാമിനെ വായിക്കണം. ഈ പടച്ചുവിട്ട സംശയങ്ങളൊക്കെ ഇസ്ലാം യഥാവിധം വായിച്ച് സംശയം തീർക്കുന്ന സ്ഥിതിവിശേഷം അത് പല മുസ്ലിമീങ്ങൾക്കുണ്ടാണ്. നേരായ പക്ഷവായന നടത്തുന്നവർ, തലച്ചോറിൽ ചളി കെട്ടാത്തവരൊക്കെയും ഇസ്ലാമിനെ വായിച്ച് ആകൃഷ്ടരായിട്ട് ഇസ്ലാം പ്രഖ്യാപിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥ വരുന്നു. ഇപ്പം നോക്കി നിങ്ങൾ, പല നാടുകളിലും ഇസ്ലാം അത്ഭുതകരമായി പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. വാളുകൊണ്ടാ? ഒരിക്കലുമല്ല. അത് അള്ളാഹുവിൽ നിന്നുള്ള തൗഫീഖാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു
തിരുമൊഴിയുണ്ട്. ലാ യബ്ഖ അലാ ബഹ്റിൽ അർളി ബൈതു മദരിൻ വലാ വബരിൻ. ഭൂമിക്കുപരിയിൽ ഒരു മൺകുടിലാകട്ടെ ഒരു രോമക്കുടിലാകട്ടെ ശേഷിക്കൂല. ഇല്ല അദ്ഖലല്ലാഹു കലിമത്തൽ ഇസ്ലാം, ഇല്ല അദ്ഖലഹുല്ലാഹു കലിമത്തൽ ഇസ്ലാം. അവിടെ അള്ളാഹു ഇസ്ലാമിനെ പ്രവേശിപ്പിക്കാതെ എന്നാണ്. ഇവിടെ ബൈത്തു മദർ ബൈത്തു വബർ എന്നാണ് പ്രയോഗിച്ചത്. ബൈത്തു മദർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൺകുടിൽ, ബൈത്തു വബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോമക്കുടിൽ. എന്തിനാ അത് പറഞ്ഞ്? വലിയ വലിയ ഫ്ലാറ്റുകൾ, വലിയ വലിയ എടുപ്പുകൾ, അമ്പരചുംബികളായ നിർമ്മിതികളെന്നും പറഞ്ഞില്ല. പിന്നെയോ രോമക്കുടിലും മൺകുടിലാണ് പറഞ്ഞത്. കാരണം നാഗരികമായ സ്ഥലങ്ങൾ അവിടേക്ക് ഇസ്ലാം എത്തുക എന്നുള്ളത് ഉണ്ടാകും. അതൊക്കെ മനുഷ്യന്മാർക്ക് ആലോചിക്കാം. അതേസമയം രോമക്കുടിലും മൺകുടിലൊക്കെ ഇവിടെ ഉണ്ടാകുക കാട്ടിലും മേട്ടിലുമാണ്, ഗ്രാമീണതയിലാണ്. മനസ്സിലല്ലേ? എല്ലാ ദിഗന്ധങ്ങളെയും ഭേദിച്ച് മലമുകളിൽ ഗിരിശൃംഗങ്ങളിൽ രോമക്കുടിലുണ്ടോ മൺകുടിലുണ്ടോ അവിടെ വരെ അള്ളാഹു ഇസ്ലാമിനെ പ്രവേശിപ്പിക്കും എന്നുള്ളതാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സംഗതിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ള ബോധനത്താൽ വഹീനാൽ പ്രവചിച്ച കാര്യമാണ്. അത് പുലരുക തന്നെ ചെയ്യും. ചിലർ ഇസ്ലാം ഉൾക്കൊള്ളാൻ ഒരു നിർബന്ധിത പ്രയോഗം ഉണ്ടായിന്ന് വരും, യുദ്ധമോ മറ്റൊക്കെയായി. അതേസമയം ചിലർ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന തൗഫീഖിനാൽ ഒരു ഇസ്സത്തോട് കൂടിയിട്ട് ഇസ്ലാം ഉൾക്കൊള്ളുന്ന അവസ്ഥ ഉണ്ടാകും. ഏതായാലും ഇസ്ലാമിൻ്റെ പ്രചരണത്തെ തടുക്കാനാണ് ഈ ഒരു പ്രവാഹത്തെ ആരെങ്കിലും തടുത്തു നിൽക്കുന്നത് എങ്കിൽ, അതിനാണ് ഇത്തരം കുതന്ത്രങ്ങൾ അവർ പ്രയോഗിക്കുന്നത് എങ്കിൽ, ചരിത്രത്തിൽ ഈ കുതന്ത്രത്തിൻ്റെ ഗോപുരം തീർത്ത ആളുകളുണ്ട്. പക്ഷേ ആ ഗോപുരങ്ങളെ തകർത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഗോപുരങ്ങൾ അവരുടെ മേൽ പൊളിഞ്ഞു വീഴും വിധം അവരുടെ കുതന്ത്രങ്ങളെ തകർത്ത ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട്. അത് വിശ്വാസികൾക്ക് ആശ്വാസമാണ്. പക്ഷേ നമ്മൾ വിശ്വാസികൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിനെയാണ് പ്രചരിപ്പിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാം അത് ആളുകൾക്ക് എത്തിക്കും. നമ്മൾ മുസ്ലിമീങ്ങൾ ഇസ്ലാമിൻ്റെ പേരിൽ ഇസ്സത്ത് കൊള്ളണം. ഇന്ന് പലർക്കും ഇസ്ലാം, ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയുന്നതിൽ വഅന മിനൽ മുസ്ലിമീൻ വഅന അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമാണ്, ഞാൻ ഒന്നാമത്തെ മുസ്ലിമാണ് എന്ന ഒരു ഊറ്റം, ഒരഭിമാനം, അത് പറയുന്നതിൽ വരെ പലർക്കും ഒരു പ്രയാസമുള്ള പോലെ. അതൊക്കെ മീഡിയകളുടെ ചർച്ചകളിൽ പലപ്പോഴും സംസാരങ്ങളിൽ വായിക്കാൻ സാധിക്കും. പല മുസ്ലിം നാമധാരികൾക്കും ഒരു വിമ്മിഷ്ട ഇസ്ലാമിൻ്റെ പേരിൽ ഒരു അഭിമാനം പറയുന്നതിൽ. കാലിനൊത്തുനിട്ട് ചെരുപ്പിന് ഒത്ത് കാല് മുറിക്കണ രീതിയിലാണ് പലരുടെയും ഇസ്ലാമിൻ്റെ അവതരണം തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ രാവിലെ പ്രഖ്യാപിക്കണം 3 തവണ റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ. 3 തവണ രാവിലെ പറയണം. റളീതു ബില്ലാഹി റബ്ബൻ, അള്ളാഹുവിനെ ഞാൻ റബ്ബായി പ്രീതിപ്പെട്ടിരിക്കുന്നു. വബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമിനെ ഞാൻ ദീനായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. വബി മുഹമ്മദിൻ നബിയൻ റസൂല, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബിയായി റസൂലായി ഞാൻ പ്രീതിപ്പെട്ടിരിക്കുന്നു. ഇത് 3 തവണ പറയണം എല്ലാ ദിവസവും രാവിലെ. അതേപോലെ തന്നെ എല്ലാ ദിവസവും വൈകുന്നേരവും പറയണം 3 തവണ. അള്ളാഹുവിനെ റബ്ബായി, ഇസ്ലാമിനെ ദീനായി ആദർശായി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റസൂലായി നബിയായി ഞാൻ പ്രീതിപ്പെട്ടിരിക്കുന്നു എന്ന് ഒരാൾ ഘോഷിച്ചാൽ, പ്രഖ്യാപിച്ചാൽ, 3 തവണ പറഞ്ഞാൽ അവന് സ്വർഗപ്രവേശനം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അവനെ തൃപ്തിപ്പെടുക എന്നുള്ളത് അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട് അങ്ങനെ പറയുന്നവനെ. മനസ്സിലായില്ലേ? അപ്പോൾ ഇസ്ലാമിൻ്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യണം? ഊറ്റം കൊള്ളണം. ഞാനൊരു മുസ്ലിമാണെന്നുള്ളത് സ്വാഭിമാനം പറയാൻ മുസ്ലിമീങ്ങൾക്ക് ചങ്കൂറ്റുണ്ടാകണം. പലവിധ അഭ്യൂഹങ്ങൾ പരത്തി, സന്ദേഹങ്ങൾ പരത്തി മുസ്ലിമീങ്ങൾക്ക് അവരുടെ ഇസ്ലാമിക വ്യക്തിത്വം,
അത് കുറച്ചിലാക്കി തോന്നുമാറാണ് പല മീഡിയകളുടെയും പ്രചണ്ഡമായ പ്രചരണങ്ങൾ. ഞാൻ പറയാറുണ്ട്, ഒരിക്കൽ ഒരു കുട്ടിയെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഒരു സംഭവം മീഡിയയിൽ വന്നത് എങ്ങനെയാണ്? ഒരു കുട്ടിക്ക് നേരെ ഒരാക്രമണം, ഒരു നായയുടെ ആക്രമണം, കുട്ടീനെ നായ കടിച്ചു വലിക്കുകയാണ്. അപ്പോൾ ഒരു വ്യക്തി എന്ത് ചെയ്യാണ്? ആ നായയിൽ നിന്ന് ഈ കുട്ടിയെ പിടിച്ച് രക്ഷപ്പെടുത്തുകയാണ്. നായയിൽ നിന്ന് വേർപ്പെടുത്തി കുട്ടിയെ രക്ഷപ്പെടുത്തി അതിനെ ജീവിതത്തിലേക്ക് തിരിച്ച് എടുത്ത്. വലിയൊരു ധീരമായ ഇടപെടലായിരുന്നു ആ വ്യക്തിയിൽ നിന്നുണ്ടായത്. ഒരു മനുഷ്യജീവൻ രക്ഷപ്പെടുത്തി, ഒരു ചെറിയ കുട്ടിയെ, അതും ഒരു നായയിൽ നിന്ന്. മീഡിയകൾ വന്നു, സംഭവം റിപ്പോർട്ട് ചെയ്തു, ഫോട്ടോ എടുത്തു. ഈ വ്യക്തിയെ അവരൊക്കെ അനുമോദിച്ചു ആ സന്ദർഭത്തിൽ. എന്നിട്ട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു സാഹസികത, നിങ്ങളുടെ ജീവൻ പോലും പണയപ്പെടുത്തി നിങ്ങളിങ്ങനെ ഒരു സാഹസികതയ്ക്ക് മുതിർന്നത് എന്ന ചോദ്യം. അപ്പോൾ ആ ചോദ്യത്തിൽ അയാൾ പറയാണ്, ഞാനൊരു മുസ്ലിമാണ്, ഇതെൻ്റെ ബാധ്യതയാണ് ഒരു മനുഷ്യ ജീവൻ രക്ഷപ്പെടുത്തുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു മുസൽമാൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ എൻ്റെ ബാധ്യതയാണ് നിർവഹിച്ചത്, അതുകൊണ്ടാണ് ഞാൻ ഈ സാഹസത്തിന് മുതിർന്നത് എന്ന് പറഞ്ഞു. അതോടുകൂടി അതുവരെ സജീവമായ മീഡിയകൾ ഒന്ന് മങ്ങി. പിറ്റേന്ന് വാർത്തയും വന്നു. എങ്ങനെ വാർത്ത വന്നത് ഒരു മുസ്ലിമിനെ കൊണ്ടൊരു പട്ടിക്ക് പോലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ന വാർത്തയാണ് വന്നത്. ഒരു മുസ്ലിം ഒരു മനുഷ്യജീവൻ രക്ഷപ്പെടുത്തി എന്നതിന് പകരം പട്ടിക്ക് പോലും ജീവിക്കാൻ പറ്റില്ല എന്ന രീതിയിൽ അങ്ങനെയാണ് പല മീഡിയകളും പലപ്പോഴും ഇടപെടുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് സന്ദേഹങ്ങൾ, സംശയങ്ങൾ ദീനിൻ്റെ വിഷയത്തിൽ പലരും ഇളക്കി വിടുന്നു, പലരും പ്രചരിക്കുന്നു. പലതും തികഞ്ഞ കുതന്ത്രത്തിൻ്റെ ചളി കെട്ടിയ തലച്ചോറിൽ നിന്നാണ്. അവിടെ മുസ്ലിമീങ്ങൾ, ഇസ്ലാമിൻ്റെ വ്യക്തിത്വം, ഇസ്ലാമിക വിശ്വാസങ്ങളുടെ കൃത്യത, അതേപോലെ തന്നെ ഈ ദീനിൻ്റെ സുതാര്യത, ഇത് മേലായ റബ്ബിൽ നിന്നുള്ള വെളിപാടും ബോധനവുമാണ് എന്നുള്ള യാഥാർത്ഥ്യം അത് പറഞ്ഞ് ഉച്ചസ്ഥരം പ്രഖ്യാപിച്ച് മുസ്ലിമാണെന്നതിൽ അഭിമാനിച്ച്, ആ അഭിമാനം തീവ്രമാകേണ്ട പാടുള്ളതല്ല, ശുഷ്കമാകാനും പാടുള്ളതല്ല. ഇസ്ലാം തീവ്രതയുടെയും ജീർണതയുടെയും മധ്യേ മിതത്വത്തിൻ്റെതാണ്. അത് വിശ്വാസകാര്യങ്ങളിലാകട്ടെ, ആരാധനകളിലാകട്ടെ, കർമാനുഷ്ഠാനങ്ങളിലാകട്ടെ, ക്രയവിക്രയങ്ങളിലാകട്ടെ, സ്വഭാവ മര്യാദകളിലും പെരുമാറ്റങ്ങളിലും ആകട്ടെ, ഇത് മിതത്വമാണ് ഇതിൻ്റെ മുഖമുദ്ര. ആ മിതത്വത്തിൽ തീവ്രതയില്ലാതെ, ജീർണതയില്ലാതെ നമ്മൾ ഇസ്ലാമിക വ്യക്തിത്വം കാത്തു സൂക്ഷിച്ച് അതിൽ അഭിമാനം കൊണ്ടിട്ടുണ്ട് എങ്കിൽ അത് വേഗണം. ആ ഒരു ചങ്കൂറ്റം അത് മരണം വരിക്കുവോളം, ഈ ആദർശത്തിൽ ഇസ്ലാമിൽ കാലൂന്നി മരണം വരിക്കുവോളം അത് നമുക്കുണ്ടാകണം എന്നുള്ളതാണ്. പലപ്പോഴും ഒരു പരീക്ഷണത്തിൻ്റെ യുഗത്തിലാണ് പല മുസ്ലിമീങ്ങളും. ഈ പ്രചണ്ഡമായ പ്രചരണങ്ങളിൽ അത് പ്രചരണം നടത്തുന്നവർക്ക് താങ്ങാകുന്ന, അവർക്ക് കൂട്ടാകുന്ന വിധമാണ് പലരും എന്ത് ചെയ്യുന്നത്, ഒരു അഴകുഴമ്പനായിട്ട് തങ്ങളുടെ ഇസ്ലാമിനെ അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. പല കുതന്ത്രങ്ങളും ഉണ്ടാവും. അത് ചരിത്രത്തിൻ്റെ ഇന്നലകളിൽ ഉണ്ടായിട്ടുണ്ട്. ആ കുതന്ത്രങ്ങൾ പയറ്റിയവരെല്ലാവരും ഇസ്ലാമിൻ്റെ പ്രചരണം അത് തടുക്കാനായിരുന്നു അത് നിർവഹിച്ചിരുന്നത്. പക്ഷേ എന്താ ഉണ്ടായത്? കുതന്ത്രം പ്രയോഗിച്ചവർ അവർ ഭരണകൂടങ്ങളായി, ഭരണാധികാരികളായി, പല ചിന്തകരായി ഒക്കെ ചരിത്രത്തിൽ കഴിഞ്ഞുപോയി. പക്ഷേ അവരെയൊക്കെ കാലം മറന്നു. അവർ ഭയന്നത് എന്താണ്? ഇസ്ലാമിൻ്റെ പ്രചരണം. ആ ഇസ്ലാം ഇന്നും പ്രചരിച്ചുകൊണ്ടേയിരിക്കുന്നു, അതിലേക്ക് ആളുകൾ അടുത്തുകൊണ്ടേയിരിക്കുന്നു. അതിനെ ശരിയാം വിധം പക്ഷവായന നടത്തുവാൻ ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മനസ്സ് തുറക്കുന്നു, അല്ലേ? ഇസ്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ നിലനിർത്തും. ഇത് അള്ളാഹിൻ്റെ ദീനാണ്. ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി, എല്ലാ ദീനുകളെക്കാളും ഈ ദീൻ അള്ളാഹു സുബ്ഹാനഹു വ തആല വിജയമേകും എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദാനമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ മനസ്സിലാക്കിയത് മേലായ റബ്ബിൻ്റെ ഷദീദുൽ മിഹാൽ, കഠിനമായ തന്ത്രം പ്രയോഗിക്കുന്നവൻ എന്നുള്ള ആ ഒരു വിശേഷണമാണ്, ആ ഒരു പ്രത്യേകതയാണ്. അതിൽ ഏതാനും ചരിത്രങ്ങളും അതേപോലെ തന്നെ അതിൻ്റെ ചില പ്രത്യേകതകൾ ഇതൊക്കെയാണ് ഇവിടെ മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിൽ നമുക്ക് അള്ളാഹുവിൻ്റെ മറ്റൊരു നാമം, ഒരു വിശേഷണം അതിനെ മനസ്സിലാക്കാം. അള്ളാഹു നമുക്ക് ഏവർക്കും എല്ലാവിധ നന്മകളിലേക്കും
ഉദവിയും തുറവിയും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മളെ എല്ലാവരെയും പ്രീതിപ്പെടുമാറാവട്ടെ. എല്ലാ നന്മകളിലേക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എളുപ്പം അരുളുമാറാവട്ടെ. ഈ സത്യദീനിൽ മരണം വരിക്കുന്നത് വരേക്കും കാൽപാദങ്ങളെ ഊന്നി യഥാർത്ഥ മുസ്ലിമീങ്ങളായി ജീവിച്ച് മരിക്കുവാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തുണയേകുമാറാവട്ടെ. മരണം വരിച്ച് ഖബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലേക്ക് ഉയർത്തെഴുന്നേൽക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തുണയേകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സത്യദീനിൻ്റെ ഖാദിമീങ്ങളായി ജീവിക്കാൻ നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെ നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ദുആക്ക് വസിയ്യത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ മഹബ്ബായ ഫദ്ലിനാൽ ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ട ഒരു വേദിയിൽ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസികളായി ഒരുമിച്ച് കൂടാൻ നമ്മളെല്ലാം തുണക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين. اللهم احفظ لهذه البلاد بلاد الحرمين الشريفين أمنها واستقرارها. اللهم احفظ لها رجال أمنها. اللهم احفظ لها ثغور حدودها. اللهم احفظ لها قيادتها وعقيدتها إنك ولي ذلك والقادر عليه. يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا ذا الجلال والإكرام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.